എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ട് വേറൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. കഠിനമായ ചൂടിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം. എല്ലാവർക്കും ഇപ്പോൾ AC ഒന്നും വെക്കാൻ പറ്റിയൊരു സാഹചര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ സാധാരണ നമുക്ക് AC ഇല്ലാത്ത വീടുകളിലും റൂമുകളിലും ഒക്കെ റൂം എങ്ങനെ തണുപ്പിക്കാം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിനകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഠിനമായ ചൂടിനെ അതിജീവിക്കാൻ ഈ സമയത്ത് നമുക്കറിയാം ഒരു ഫാനൊന്നും വർക്കാകുന്നില്ല. അപ്പം ചെറിയ ചെറിയ വിദ്യകളൊക്കെ ഇങ്ങനെ കുറേ ഞാൻ കണ്ടു. അത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവും ഇല്ല അതിനകത്ത്. കറണ്ട് ചാർജ് ലാഭിക്കാം എന്നൊക്കെയാണ് വാദം. അപ്പോൾ അത് നമുക്ക് സത്യമാണെന്ന് കണ്ടു നോക്കിയാലോ. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 2 ചിരട്ട വെച്ചിട്ടുണ്ട്. ആ ചിരട്ടയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിരട്ട വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ അനുഭവത്തിൽ. കാരണം ഐസാണ് പ്രധാനം. ഐസാക്കുക എന്നുള്ളതാണ്. ചിരട്ടയിൽ രണ്ട് ചിരട്ടയിൽ കുറച്ച് ഐസാക്കി നിർത്തുകൊണ്ട് എന്താകാനാ, ഒന്നും ആകത്തില്ല. നമ്മളൊരു വലിയ റൂമിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഒന്നും ആകുന്നില്ല. അപ്പം വലിയ പാത്രമൊക്കെ ആണെങ്കിൽ, ചെമ്പ് പോലത്തെ പാത്രമൊക്കെ ആണെങ്കിൽ പിന്നെ അതിനൊരു ചെറിയൊരു റിസൾട്ട് കിട്ടും. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചിരട്ടയിൽ വെള്ളം ഒഴിച്ച് കുറച്ച് പാത്രത്തിലേക്കും കൂടെ ഒഴിച്ച് ഫ്രീസ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി ചിരട്ട മുങ്ങി നിന്നാൽ മതി. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ ഇച്ചിരി ഓവറായിട്ടുണ്ട്. എന്നാണേലും ഐസല്ലേ, അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ഞാൻ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കൊണ്ട് ഫ്രീസറിനകത്ത് കൊണ്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീസറിന് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഹൈയിലാണ് ഇട്ടിരിക്കുന്നത്. ഫ്രീസറിനകത്തേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഹൈയിലിട്ടുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ തന്നെ ഒരുപാട് സമയം വേണ്ടി വന്നില്ല, ഐസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 25-ലായിരുന്നു ഇട്ട് കൊടുത്തത് ഫ്രീസാകാൻ വേണ്ടി. ഐസായതിന് ശേഷം ഇതുപോലെ ഒരു റൂമിലേക്ക് കൊണ്ടുവച്ചു. കസേരയുടെ പുറത്ത് ഇങ്ങനെ റൂമിൽ കൊണ്ടുവച്ചു. റൂമിൽ വെച്ചതിന് ശേഷം പിന്നെ ഇത് ഡോറൊക്കെ അടച്ച് ഫാൻ ഇട്ട് കൊടുത്തു. ഫാൻ ഇട്ട് കൊടുക്കുമ്പം ഈ ഐസിൻ്റെ തണുപ്പ് റൂമിലേക്കെല്ലാം നന്നായിട്ട് കൂളിങ് തരും എന്നാണ് നമ്മൾ പല വീഡിയോസിലും ഇങ്ങനെ കണ്ടത്. അതൊന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് ഇങ്ങനെ വെച്ച് കൊടുത്തു. ഐസ് വെച്ച് അവിടെ കസേരയിൽ വെച്ചു. അതിനുശേഷം ഫാൻ ഇട്ട് റൂം അടച്ചു. ഞാൻ ഒരു 1-2 മണിക്കൂറിന് ശേഷം റൂമിനുള്ളിലേക്ക് കയറി ചെന്നു. റൂമിനുള്ളിലേക്ക് കയറി ചെന്നപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്ങും തോന്നിയില്ല. ഐസൊക്കെ നന്നായിട്ട് ഉരുകി വെള്ളമായിട്ടുണ്ട്. അതല്ലാതെ തണുപ്പോ ഒരു കൂളിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമുക്ക് നല്ല ഫ്രഷ് എയർ കിട്ടണമെങ്കിൽ ജനലുകൾ തുറന്നിടുക. ഇപ്പം നമുക്കറിയാമല്ലോ പാമ്പിൻ്റെ ഭയങ്കര ശല്യമാണ്. അപ്പം നമ്മൾ ഇഴജന്തുക്കളൊന്നും കയറുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് ജനൽ തുറന്നിടാതെ നമുക്ക് കിടക്കാനും പറ്റത്തില്ല. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഈ സമയത്ത് തണുപ്പുള്ള ചെടിച്ചട്ടികളൊക്കെ ഒഴിവാക്കുക വീടിൻ്റെ ജനലിൻ്റെ ഒക്കെ സൈഡിൽ നിന്ന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഡോറിനും ജനലിനൊക്കെ നെറ്റ് പിടിപ്പിക്കുകയാണെങ്കിൽ തുറന്നിടാൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ ഒരു ഐസ് വെച്ചതുകൊണ്ട് റൂമിൽ യാതൊരു മാറ്റവും എനിക്ക് തോന്നിയില്ല. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.